പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീനു, ഇതെൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കാനഡയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിനിടയിൽ 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും ഒരു 6-7 ആഴ്ച ആകുമ്പോഴത്തേനും അത് ബ്ലീഡിങ് ആയിട്ട് മിസ്കാരേജ് ആയി പോവും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി. എന്താണ് കാരണം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ കാനഡയിൽ വെച്ച് എനിക്ക് ഡയഗ്നോസായി PCOD ആണ്. അത് 2 ഓവറിലും നല്ല രീതിയിൽ തന്നെ PCOD ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമായി. കാരണം എനിക്കറിയാം PCOD ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് കുട്ടികൾ ഉണ്ടാവാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ ദൈവം ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് കുട്ടികൾ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോഴും മമ്മി 2021 ഡിസംബർ 8-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കുക, മാതാവ് എന്തായാലും ഒരു കുഞ്ഞിനെ നിനക്ക് തരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ നഴ്സിങ്ങിൻ്റെ ബുദ്ധിയിൽ ഞാൻ മമ്മിയോട് പറഞ്ഞു, എവിടെ മമ്മി എന്താ പറയണേ, PCOD അല്ലേ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ, നാച്ചുറലായിട്ടൊന്നും കുട്ടികൾ ഉണ്ടാവാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്നെങ്കിലും എനിക്ക് പിന്നീട് 2022 ആദ്യ മാസങ്ങളിലൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് വളരെ ബ്ലീഡിങ് ആവുകയും പിന്നെ അതിനവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് പോന്നു. ഞങ്ങൾ നാട്ടിലോട്ട് ഒരു 3 മാസത്തെ ലീവിന് നാട്ടിലോട്ട് വന്നു. 3 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്തായാലും ഒരു കുഞ്ഞായിട്ട് ഇവിടെ ഒരു സന്തോഷ വാർത്തയായിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് 3 മാസം വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി എക്സ്പെൻസീവായിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് ഉണ്ടായില്ല. അവസാനം ഇവിടെ കാണിച്ച എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു, ഇനി നമുക്ക് IVF ചെയ്യാം. എന്നാലും ഞങ്ങൾ ചോദിച്ചു, IVF ചെയ്താൽ കുട്ടികളുണ്ടാവും ഉറപ്പാണോ? അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റില്ല, 1 പ്രാവശ്യം ചെയ്യാം, 2 പ്രാവശ്യം ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്ത് നോക്കാം, പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തില്ല. അപ്പോഴും മമ്മി പറഞ്ഞു, നീ എന്തായാലും പോണേക്കാളും മുമ്പ് കൃപാസനത്തിലേക്ക് ഒന്ന് വായോ, കൃപാസനത്തിൽ വന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മടിയായിരുന്നു ഇങ്ങോട്ട്, ഇത്രയും ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്, അപ്പോൾ ദൂരമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ശരിക്കും എനിക്ക് മടിയായിരുന്നു. മമ്മീനെയും ഞാൻ കളിയാക്കാറുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രാർത്ഥനകളെയൊക്കെ ഞാൻ കളിയാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നേക്കാളും മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല, പക്ഷെ തിരിച്ചു പോയി. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായില്ല അപ്പോഴും. അത് കഴിഞ്ഞ് ഞങ്ങൾ കാനഡയിൽ ചെന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു ചെന്നത് ജൂൺ മാസം അവസാനമാണ് ഞങ്ങൾ തിരിച്ചു ചെന്നത്. ജൂലൈ 1-ാം തീയതി ഞാൻ എൻ്റെ എല്ലാ വിശ്വാസവും പുറത്തെടുത്ത് ഞാൻ ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടെ നിന്ന് പോകുമ്പോൾ മമ്മി എനിക്ക് നേർച്ച വസ്തുക്കൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഞാൻ തൈലം എൻ്റെ അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഉപ്പും തേനും ഭക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആവാനുള്ള അനുഗ്രഹം തന്നു. അങ്ങനെ 5 വർഷം കാത്തിരുന്നിട്ടും കുട്ടികൾ ഉണ്ടാവാതിരുന്ന ഞങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് മാതാവ് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ പ്രസവത്തിൻ്റെ സമയത്ത് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല, എല്ലാം ഹെൽത്തി ആയിട്ടാണ് പോയത്. പക്ഷേ പ്രസവ സമയമായപ്പോൾ ലേബർ റൂമിൽ വെച്ച് എനിക്ക് ലാസ്റ്റ് കുഞ്ഞ് പുറത്ത് വരാൻ നേരമായപ്പോഴേക്കും ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുകയും 2 ലിറ്ററോളം ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോവുകയും ഞാൻ കംപ്ലീറ്റ് അബോധാവസ്ഥയിലായില്ല. എന്നാലും എനിക്ക് അവർ പറയുന്നതൊക്കെ, ഡോക്ടേഴ്സൊക്കെ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ ICUയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും, ക്രിട്ടിക്കലാണ് എന്നൊക്കെ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ ലേബർ റൂമിലോട്ട് പോയപ്പോൾ നേർച്ച വസ്തുക്കൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ വേഗം എനിക്ക് അമ്മയുടെ വെഞ്ചിരിച്ച തൈലം എൻ്റെ ദേഹത്ത് പുരട്ടി പ്രാർത്ഥിക്കാനും അതുപോലെ ഉപ്പും തേനും എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ച് എൻ്റെ BP ഒക്കെ വളരെ ലോ ആയിപ്പോയി. അവർ പറഞ്ഞു ഞാൻ ഒരു ഗ്രേ കളറായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, അത്രയും ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയിട്ട്. അപ്പം അത് നേർച്ച വസ്തു ഞാൻ കഴിച്ചതിന് ശേഷം എൻ്റെ BP ഒക്കെ നോർമലായിട്ട് BP കൂടി വന്നു. അങ്ങനെ എൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഒക്കെ ഓക്കെ ആയി. അങ്ങനെ 2 ദിവസം കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ വലിയൊരു മരണത്തിൽ നിന്ന് തന്നെ മാതാവിനെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് മാതാവ് കാണിച്ചു തന്നത്. പിന്നെ 2ാമത്തെ കാര്യം, ഞാൻ കാനഡയിലെ നഴ്സാണ്. അപ്പോൾ എനിക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ NCLEX RN എക്സാം പാസ്സാവണമായിരുന്നു. അപ്പം
എൻക്ലക്സ് ആർ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമാണ്. ഒരു 5 മണിക്കൂറോളം ദൈർഘ്യമുള്ള എക്സാമാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. പ്രഗ്നൻസിയിൽ എനിക്ക് ഫസ്റ്റത്തെ 3 മന്ത്സ് സാധാരണ പ്രഗ്നൻറ്റ് ലേഡീസിന് ഉണ്ടാവുന്ന പോലെ അത്യാവശ്യം വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിലും എനിക്ക് നല്ലോണം വോമിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് എക്സാമിൻ്റെ തലേ ദിവസം വരെ വോമിറ്റിംഗ് ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ എക്സാം എനിക്ക് രാവിലെയാണ്, 8 മണിക്കാണ് രാവിലെ എക്സാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് എക്സാമിൻ്റെ അന്ന് എനിക്ക് വോമിറ്റിംഗ് ഉണ്ടാവരുത്. മാതാവിൻ്റെ കാശുരൂപം മമ്മി തന്നു വിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കഴുത്തിലിട്ട് പോകും, മാതാവിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ അന്ന് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 8 മണിക്ക് എനിക്ക് എക്സാമിന് അവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. 5 മണിക്കൂറുള്ള എക്സാം എനിക്ക് 1.25 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. കമ്പ്യൂട്ടറിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എനിക്കത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പഠിച്ചതൊക്കെ ഒരു ഓർമ്മയിൽ വെച്ച് ഞാൻ എന്തൊക്കെയോ ആൻസേഴ്സ് എഴുതി. പക്ഷേ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു എക്സാം എഴുതുമ്പോൾ, കാരണം മാതാവിൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞു തരുന്ന പോലെയായിരുന്നു എനിക്ക് എക്സാമിന്. അങ്ങനെ ഒരു 100-200 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമിൽ എനിക്ക് 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവുന്നു. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എൻക്ലക്സ് ആർ ക്ലിയർ ആകാൻ സാധിച്ചു. ഇപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എഴുതി പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കും, ഞങ്ങൾ എഴുതി പ്രാർത്ഥിക്കും. ഞങ്ങൾ 2022 പിന്നെ കാനഡയിലോട്ട് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പം ആ ഒരു വർഷം സമയമുള്ളൂ. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കടബാധ്യതയെ പറ്റിയും സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധ്വാനിച്ച് ഞങ്ങളുടെ കടബാധ്യതയൊക്കെ വീട്ടാൻ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. ഇത് 3 ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചൊരിഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. മമ്മി കാരുണ്യ പ്രവർത്തികൾ എനിക്ക് അവിടെ കാനഡയിലിരുന്ന് അധികം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ മമ്മി ദശാംശം മമ്മിക്ക് അയച്ചു കൊടുക്കുകയും മമ്മിയും അതുപോലെ ദശാംശമൊക്കെ നീക്കുകയും ചെയ്ത് പാവങ്ങളെ സഹായിക്കുകയും അതുപോലെ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ അവിടെയൊക്കെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഇപ്പം മാതാവിന് വാക്ക് കൊടുത്തേക്കാണ് ഇനി തിരിച്ചു ചെന്ന് എൻ്റെ മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ എൻ്റെ കീഴിലുള്ള ബാക്കി നഴ്സസിനെയോ അല്ലെങ്കിൽ ബാക്കി വർക്കേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ അവരിലെല്ലാം ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ മാതാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരൊക്കെ ട്രീറ്റ് ചെയ്യാം എന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി.